മലപ്പുറം ജില്ലയിൽ കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് ഫോറസ്റ്റിൻ്റെ തോണിയാത്രയാണ് ഈ കാണുന്നത്. കായലിലൂടെ കണ്ടൽപ്പരപ്പിലൂടെ ഉള്ള യാത്ര തുടങ്ങുകയാണ് നമ്മുടെ സാരഥി മൊയ്തീൻ കുട്ടി. കണ്ടൽക്കാടിൻ്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. അതിമനോഹരമായ ഈ സ്ഥലത്ത് കൂടെയാണ് ഇപ്പോൾ ഈ തോണി പോകുന്നത്. ഞങ്ങൾ 4 ആളുകൾ ഈ തോണിയിലുണ്ട്. 1000 രൂപയാണ് ഇവിടെ ഈ തോണി യാത്രയ്ക്ക് വേണ്ടത്. 8 ആളുകൾക്ക് വരെ പോവാം. നമുക്ക് വേണമെങ്കിൽ 2 ആൾക്ക് വേണമെങ്കിലും അവർ തോണി വിട്ടുതരും. പക്ഷേ അപ്പോഴും 1000 രൂപ തന്നെയാണ് കൊടുക്കേണ്ടത്. കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് ഫോറസ്റ്റിലൂടെയാണ് ഈ യാത്ര. കടലുണ്ടി റിസർവ് ഫോറസ്റ്റിൻ്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. ഉൾഭാഗത്തെ അതിമനോഹരമായ സ്ഥലത്ത് നിന്ന് നമ്മൾ പുറത്തേക്ക് കടക്കുകയാണ്. കയറിലോ കിട്ടും അവിടെ. ഒരു ഉദ്യോഗസ്ഥന്മാരല്ലോ എടുക്കണ്ട്. പ്രാന്തൽ കണ്ടിൻ്റെ വേരും വിത്തുമാണ് ഈ കാണുന്നതെല്ലാം. വേലിയിറക്കമായി തുടങ്ങി, വെള്ളം കുറഞ്ഞു തുടങ്ങി. ഇനി തോണികൾക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഈ കണ്ടൽക്കാടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. കടലുണ്ടിയും വള്ളിക്കുന്നും 2 ജില്ലകളാണ്. വള്ളിക്കുന്ന് എന്നത് മലപ്പുറം ജില്ലയിലും കടലുണ്ടി കോഴിക്കോട് ജില്ലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രാന്തൽ കണ്ടൽ എന്നാണ് ഇതിൻ്റെ പേരെങ്കിലും ഭ്രാന്തൻ കണ്ടലായിട്ടാണ് ഇത് കണ്ടാൽ തോന്നുക. ഇതിൻ്റെ വിത്തും വേരുകളുമാണ് ഈ കാണുന്നതെല്ലാം. വേരും വിത്തും ഇതിൽ നിന്ന് തന്നെ ഉണ്ടാവും. കടലുണ്ടി റിസർവ് കമ്മ്യൂണിറ്റി ഫോറസ്റ്റിലെ പ്രാന്തൽ കണ്ടലിൻ്റെ കാടാണ് ഈ കാണുന്നത്. കണ്ടൽ കാടുകളിൽ ഏറ്റവും ഭംഗിയാർന്ന കണ്ടലാണ് പ്രാന്തൽ കണ്ടൽ. കടലുണ്ടി ദുരന്തത്തിൽ ട്രെയിൻ മറിഞ്ഞ സ്ഥലമാണ് ഈ കാണാൻ പോകുന്നത്. ഇവിടെയാണ് അന്ന് ട്രെയിൻ മറിഞ്ഞ് വൻ ദുരന്തം ഉണ്ടായത്. ഇനി നമ്മൾ ഈ പാലത്തിന് അടിയിലൂടെയാണ് യാത്ര. ആ തോണികൾ പോകുന്ന അതേമാതിരി തന്നെ ആയിരിക്കും. മലപ്പുറം ജില്ലയിൽ കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് ഫോറസ്റ്റിൻ്റെ തോണിയാത്രയാണ് ഈ കാണുന്നത്.